ശരിക്കും ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത് ലൈഫിൽ ഒരു തവണ ഒറ്റപ്പെടണമല്ലേ? ഉറപ്പായിട്ടും ഒറ്റപ്പെട്ടാലേ നമ്മൾ ഏത് സാഹചര്യം തരണം ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ കുറയും. ഒരുപാട് അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും എന്തും നമുക്ക് ഫേസ് ചെയ്യാം. ഒരു അനുഭവം ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തും ഫേസ് ചെയ്യാൻ പറ്റും. ഈ സെപ്പറേറ്റ് ആവുന്ന സമയത്ത് ലൈഫിൽ സന്തോഷത്തിൻ്റെ തുടക്കത്തിൽ ചിന്തിച്ചിരുന്ന ഇങ്ങനെ ഒരു അനുഭവം വരുമെന്ന് ജീവിതം ഒരിക്കലും ഇല്ല. ഒരിക്കലും ഇല്ല. ഇന്ന് ഓർക്കുമ്പോഴും ആ കണ്ണ് നിറയുന്നുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 2.5 വർഷം പ്രണയത്തിലായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, പട്ടാളക്കാർ, പിന്നെ ഗൾഫുകാർ, അതൊക്കെയാണ് ഭയങ്കര പോപ്പുലർ. അല്ലാതെ ഈ സിനിമാ താരങ്ങൾക്കൊന്നും ഒരു വാല്യൂ. പുള്ളി അദ്ദേഹം പ്രൊഫഷണൽ നാടക എഴുതുന്ന ആളായിരുന്നു. അപ്പം അതൊട്ടും താല്പര്യമില്ല. അയ്യോ, അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഈ എൻ്റെ വീട്ടിൽ സർക്കാർ ഉദ്യോഗം, ഗൾഫുകാർ, അപ്പോൾ അങ്ങനത്തെ ഇതിലാണ് എൻ്റെ വീട്ടുകാർ ഒരു എല്ലാം മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രക്ചർ. അപ്പോൾ ഇദ്ദേഹം എൻ്റെ ഒരു കസിൻസ് ബ്രദർ വഴി പുള്ളിയുടെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്ന് കണ്ട്, അപ്പോൾ ഒരു 2.5 വർഷം പിന്നെ വീട്ടിൽ കല്യാണം നടത്തി തരുമില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത്, അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങ് അടുത്തു. അതാണ് സംഭവിച്ചത്. പിന്നെ 2.5 വർഷമൊക്കെ ആയപ്പോൾ വേറെ കല്യാണം നടക്കുന്നില്ല എന്ന് കണ്ടപ്പം എൻ്റെ വല്യച്ഛൻ മരിച്ചുപോയി. വല്യച്ഛൻ ഇനിഷ്യേറ്റീവ് എടുത്ത് അവരുടെ ബന്ധം നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കല്യാണം നടത്തിയത്. എല്ലാവരും നല്ല അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, 18 നല്ല ലൈഫായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്സ് പറയും ഞങ്ങൾ മാതൃകാ ദമ്പതികളാണെന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സ് പറയും.